എല്ലാവർക്കും നമസ്കാരം. പോത്തൻസ് രസോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോത്തൻസ് രസോയിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി മിൽക്ക് ഷേക്കാണ്. അത് സ്ട്രോബെറി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം സ്ട്രോബെറി ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്, സീസൺ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാനൊരു 4 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പാല് തിളപ്പിച്ചതിന് ശേഷം പാട മാറ്റി, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം സ്ട്രോബെറിയുടെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. സ്ട്രോബെറിക്ക് ഒരു ചെറിയ പുളിപ്പ് രസം ഉള്ളതുകൊണ്ടാണ് ഇതിന് കൂടുതൽ ഇച്ചിരി പഞ്ചസാര മുന്നോട്ട് വേണം, എന്നാലേ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. സ്ട്രോബെറിയും അതുപോലെ തന്നെ കുറച്ച് പാലും ഒഴിച്ചിട്ടാണ് ഞാനിന്ന് മിക്സ് ചെയ്യുന്നത്, അടിച്ചെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വളരെ കുറച്ചല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്ര ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രോബെറി അരയാതെ കിടക്കും. അതുകൊണ്ടാണ് ഈ സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കുറച്ച് പാലും ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കി പാലും ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ നമുക്ക് അടിച്ചെടുക്കാം. പുളി ഉള്ളതുകൊണ്ട് ഞാനൊരു 1 ടീസ്പൂണും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.